ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന യമുന റാണിയും ശരണിയും ജിൻഡോയും അതോടൊപ്പം തന്നെ രതീഷും തമ്മിൽ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന ഓരോ കാര്യവും ജിൻഡോയെക്കുറിച്ചാണ്. ഈ അവസാന ഘട്ടത്തിൽ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിട്ട് കോമഡിയൊക്കെ അടിച്ച് വന്ന് നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ രതീഷ് പറയുന്നുണ്ട്, കൂടുതലായിട്ടൊന്നും ആക്റ്റീവ് ചെയ്ത് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഈ ഫൈനലിൽ വന്ന് നിൽക്കുകയല്ലേ, ഇതേ ലെവലിൽ തന്നെ പോയാൽ മതി, വലിയ കാര്യങ്ങളിലൊന്നും ഇവിടെ ഇടപെട്ട് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട, മാന്യമായിട്ട് അങ്ങ് പോയാൽ മതി എന്ന രീതിയിൽ രതീഷ് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് ഒക്കെ കളിച്ചോ, ഇപ്പോൾ എന്ത് ചെയ്താലും ശ്രദ്ധിച്ചു വേണം ചെയ്യാനെന്ന് ശരണിയോടും അതോടൊപ്പം തന്നെ ജിൻഡോയോടും രതീഷ് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇവരെ ഇതിന് തൊട്ട് മുമ്പ് തന്നെ ആക്ടിവിറ്റി ഏരിയ വെച്ച് ഇവരുടെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അതായത് ഇവർ വലിയ അഗ്രസീവായിട്ടുള്ള വീഡിയോകൾ കാണിച്ചിരുന്നു. ഇവർ പഴയ ടാസ്കുകളിൽ കാണിച്ചിട്ടുള്ള അഗ്രസീവ്, ജിൻഡോയുടെ അഗ്രസീവും ജാസ്മിൻ്റെ അങ്ങനെ തുടങ്ങി എല്ലാ മത്സരാർത്ഥികളുടെയും ആ ദേഷ്യപ്പെടലൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കുറിച്ചാണ് ഇവിടെ യമുന റാണി പറയുന്ന ഒരു കാര്യമാണ്. ഈ ബിഗ് ബോസ് വീടിനകത്ത് ഒറ്റയ്ക്ക് കളിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ്. ജിൻഡോയ്ക്കെതിരെ നമ്മളെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തിട്ട് പോലും ജിൻഡോ ഇത്ര നാൾ പിടിച്ചു നിന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിരുന്നോ? ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിനും ഞാനുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഫൈറ്റ് അതിൽ കണ്ടിട്ടുള്ളത്. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തത് ജാസ്മിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അത്ര ഒന്നും വരാനുള്ള ഒരു ലെവൽ ഞാൻ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ജിൻഡോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ജിൻഡോയ്ക്ക് അറിയാം, ജിൻഡോയുടെ ആ ലെവലിനൊത്ത് വരാൻ ഇതുവരെ ജാസ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് ജിൻഡോയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എല്ലാവരും മണ്ടൻ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് നല്ല വീക്ഷണവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പലരും ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇരുന്ന് കേൾക്കും. ഇവിടെ വേണ്ടിയത് ഒരു ലിസണറാണ് വേണ്ടിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഏതെടുക്കണം വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ കേൾക്കും, കേട്ടതിന് ശേഷം അത് വിടണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ശരണി പറയുന്നുണ്ട്, ചേച്ചി പറയുന്നത് കേൾക്കും ജിൻഡോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യമുന റാണി പറയുന്നുണ്ട്, അതാണ് ഞാൻ പറയുന്നത് ജിൻഡോ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ജിൻഡോയ്ക്ക് അറിയാം ജാസ്മിൻ ഏത് ലെവൽ വരെ എത്തുമെന്ന്. കാരണം ജിൻഡോയോട് അടിച്ചടിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് ജിൻഡോയ്ക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഗബ്രിയും അടിച്ചടിച്ച് നിന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ജിൻഡോയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ ഇതിവിടെ ജിൻഡോയ്ക്ക് ഒപ്പം ഇതുവരെ ജാസ്മിൻ എത്താൻ കഴിയത്തില്ലെന്നാണ് അവിടെ ജിൻഡോ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഗാർഡൻ ഏരിയ വെച്ച് രതീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൂടുതലായിട്ട് ഇനി എന്ത് ചെയ്യാനാണ്, ഇനി ഇവിടെ മത്സരമൊക്കെ തീർന്നു, ഇനി ഇതിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനിയും വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കി ഉള്ളതോടെ ഇല്ലാതാക്കല്ലേ എന്ന രീതിയിലാണ് രതീഷ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറേക്കൂടെ ആക്റ്റീവായി പാട്ടും ഡാൻസും ഒക്കെ കളിക്കണമെന്നാണ് ശരണി പറയുന്നത്. ഒറ്റയ്ക്കാണ് നിങ്ങൾ കളിച്ച് ഇവിടെ വരെ എത്തിയെന്ന് യമുന റാണിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുമായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോഴും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അടിപൊളിയായിട്ട് ജിൻഡോയുടെ ആ ഒരു ചോരത്തിളപ്പ് കാണിക്കുന്ന ഒരു സീനുകളൊക്കെ ആയിരുന്നു അതിൻ്റെ അത് കണ്ടത്. എന്തുമായാലും നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.